ഹായ് ഫ്രണ്ട്സ്, നമ്മ വേണ്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കണ്ടോ നിങ്ങൾ? ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഞാൻ മുഴുവനേ കാണിച്ചിട്ടില്ല. ഇതെല്ലാം അതിൻ്റെ തോട് കളഞ്ഞ് ശരിയാക്കി വെച്ചേക്കുന്നതാണ് ഞാൻ കാണിച്ചത്. ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് ചേമ്പിൻതട. ചേമ്പിൻതട എന്ന് പറയുമ്പോൾ വെറും മറ്റേ വാഴച്ചേമ്പ് അങ്ങനെയുള്ളതല്ല. ഇതിൻ്റെ പേരാണ് കരിഞ്ചേമ്പെന്ന് പറയും. കണ്ടോ? അതാണ് കറുത്ത കളർ ഇരിക്കുന്നുണ്ട്. കരിഞ്ചേമ്പെന്നാണ് ഇതിൻ്റെ പേര്. കരിഞ്ചേമ്പെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ കിഴങ്ങും കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ തട ഭയങ്കര ഉപയോഗമാണ്. നമുക്ക് ശരീരത്തിന് നല്ലതാണ്, ഗുണമാണ്. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് വയറിൽ ചെന്നാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു തരം സാധനമാണ് കേട്ടോ. ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ചെയ്തിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ തോട് ഇതേപോലെ പൊളിച്ചെടുക്കണം. കണ്ടോ? ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വിരിച്ച് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇങ്ങനെ വിരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിനെ ഇനി നമ്മൾ അനുസരിച്ച് കട്ട് ചെയ്യാം. ഇതിനെ നമുക്ക് പുളിങ്കറി ഉണ്ടാക്കാം, പിന്നെ സാമ്പാറിൽ കൂടെ ഇടാം, പിന്നെ പച്ചടി വയ്ക്കാം. തേങ്ങ അരച്ച് അടിപൊളി ടേസ്റ്റാണത്. അപ്പോൾ നമ്മളിത് കൂടുതൽ ഉണ്ടാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിങ്കറി എന്ന് പറയും. അപ്പോൾ അത് ചെയ്യാനായിട്ട് നല്ല എളുപ്പവുമാണ്. നമുക്കിത് ഇരിക്കും, 2 ദിവസമൊക്കെ ഇരുന്നാലും ഒരു പ്രശ്നവും വരില്ല, കേടാവുന്ന സാധനവുമല്ല. അപ്പോൾ നമുക്കിത് പുളിങ്കറി ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. ഇതാദ്യം ഇതെല്ലാം അതിൻ്റെ തോടെല്ലാം ഇങ്ങനെ ഉരിച്ചെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ കട്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ? പുളിങ്കറി എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെ മതിയേ. ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചേമ്പൻ തടയിലെ ചൊറിയുമായിരിക്കും. പക്ഷേ ചൊറിയൊന്നുമില്ല. എനിക്ക് ഇതുവരെയും ചൊറിഞ്ഞില്ല. പക്ഷെ എന്തായാലും ഇത് കഴുകുമ്പോൾ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഞാൻ കൈയിട്ട് കഴുകാൻ ഞാൻ തയ്യാറല്ല, കാരണം ചൊറിഞ്ഞാലോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ കോരി കഴുകാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ സാധാരണ ചേന എല്ലാം അരിഞ്ഞാലും എടുക്കുന്നത്. എനിക്ക് ഭയങ്കര അലർജി ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അലർജി ഇല്ല, ചൊറിച്ചിലൊന്നും അങ്ങനെ ഇല്ല. എന്നാലും ഞാൻ പരീക്ഷണത്തിനില്ല. ഞാനപ്പോൾ കഴുകിക്കൊണ്ടുവരട്ടെ. അങ്ങനെ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ വേവിക്കാൻ വയ്ക്കുന്നത്. കഴുകിയെടുക്കുമ്പോൾ ഒരു നീല കളറായിരിക്കും കേട്ടോ. വെള്ളം നീലയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു എന്ത് കളർ പറയാനായിട്ട്, അതിന് കായാമ്പൂ കളറില്ലേ, ആ കളറാണ്. ഇതിന് തിളച്ച് വേവുമ്പോഴും അതേ കളർ തന്നെയാണ്. പിന്നെ ചിലർക്ക് പേടിയുള്ളവർക്ക് ചെറുതായിട്ടൊന്ന് ഊറ്റിക്കളയാം കേട്ടോ. നിങ്ങൾക്ക് പേടിയായിരിക്കില്ലേ ഇത് കരിച്ചേപ്പല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ വല്ലതും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഊറ്റിക്കളയാം. അപ്പോഴും നല്ല നീള വെള്ളമായിരിക്കും കേട്ടോ, പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ പറയുന്നത് കാണാനൊരു ഒരു കായാമ്പൂ എന്തോ ഒരു വേറെ തരത്തിലുള്ളൊരു കളറൊക്കെ ആണെങ്കിൽ നമ്മളിതിനെ കരിഞ്ചേമ്പെന്നാണ് പറയുന്നത്. ഇത് സാധാരണ കാണുന്നത് ഈ വയൽ പാടങ്ങളൊക്കെ ഇല്ലേ, അതിന് ചുറ്റും പണയെന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ അറിയുമോ നിങ്ങൾക്ക്? എന്ന് വെച്ചാൽ ഈ വയലിനോട് ചേർന്ന് കുറച്ച് കരഭാഗം കാണില്ലേ, അതിന് പണയെന്ന് പറയും. അത് കഴിഞ്ഞാണ് നമ്മുടെ സാധാരണ വീടൊക്കെ വയ്ക്കാനുള്ള തറയായി മാറുന്നത്. അപ്പോൾ ആ പണയിലൊക്കെയാണ് ഇത് സാധാരണ കാണുന്നത്. മുമ്പൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ല ഗുണവും ഉള്ള ഒരു സാധനമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നാടൻ ഐറ്റങ്ങളാണ് കേട്ടോ. ശരിക്കും നാടനാണ്. പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അമ്മൂമ്മമാരൊക്കെയാണ് ഇതൊക്കെ ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിൽക്കാലത്തിൽ അമ്മയായി. പിന്നെ ഇപ്പം ഞാനിത് എവിടെ കിട്ടിയാലും ഉപയോഗിക്കാറുണ്ട്, കാരണം ആ ടേസ്റ്റും അതിൻ്റെ ഗുണവും ഒക്കെ അറിയാമെന്നുള്ളത് കൊണ്ട്. അപ്പം നമുക്ക് പറഞ്ഞതൊക്കെ മതി. ഇനി നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. ഗ്യാസിൽ തീ കത്തിച്ച് പാത്രം അടുപ്പി വെച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ ഊറ്റിയിട്ട് ഉപ്പിട്ടാലും മതി, അല്ലെങ്കിൽ ഉപ്പിപ്പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വേവട്ടെ. നല്ല തിളച്ച് ശരിയായിട്ടുണ്ട്. ഞാനും ശകലം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ചുടുകയാണെങ്കിലും സാധാരണ ഇല്ല, എന്നാലും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. പുളി ഇച്ചിരി കൂടി ഇരിക്കണം കേട്ടോ. പുളി ഇട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് തിളച്ച് റെഡി ആവട്ടെ. നമുക്ക് കായം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പൊടിയല്ല, കട്ടിക്കായണം. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ നമുക്കിതിൽ കൂട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടെന്ന് പറയുമ്പോൾ കണ്ടോ, മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ എടുക്കണം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി. അപ്പം അതിൽ മുളക് പൊടി ഞാൻ ലേശം എടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാലേ ഇവിടുത്തെ ഇപ്പം വാങ്ങിച്ച മുളക് ഭയങ്കര എരിഞ്ഞ് നമ്മൾ പണ്ടാരടങ്ങും. സത്യം പറഞ്ഞാൽ എൻ്റെ പിന്നെന്താ പറയുക, അതിന് വായെല്ലാം പൊള്ളി കേട്ടോ, അത്ര എരിയുള്ള ഒരു സൈസ് മുളക്. അപ്പോൾ അതുകൊണ്ട് ശർക്കര ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ആ മുളക് എരി അനുസരിച്ച് ഇടാവൂ കേട്ടോ.
എങ്കിൽ നമുക്കത് കൂട്ടാൻ നല്ല ടേസ്റ്റായിട്ട് കൂട്ടാൻ പറ്റും. അപ്പം നമുക്കിതിനെ അങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ലോണം തിളച്ച് സെറ്റാവും. കണ്ടോ, നല്ല കറിയാണ്. മുളക് കുറച്ചായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇച്ചിരി കൂടെ കളർ വരേണ്ടതാണ്. പക്ഷേ മുളക് അരി അനുസരിച്ചല്ലേ നമുക്ക് ഇടാൻ പറ്റൂ. ഈ ചേമ്പിൽ മാത്രമല്ല കേട്ടോ, മറ്റേ നമ്മൾ വാഴച്ചേമ്പെന്നൊക്കെ പറയില്ല, അവിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ചേമ്പും മറ്റേ സാമ്പാർ ചേമ്പിൻ്റെ ഒക്കെ തടയെടുക്കാം. ഒന്ന് ഊറ്റിക്കളഞ്ഞാൽ നമുക്കപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നല്ലൊരു കറിയാണ്. എന്തെങ്കിലും ഒരു ചെറിയ മീൻ ഫ്രൈയോ അല്ലെങ്കിൽ ഇത്തിരി തോരനോ അവിയലോ എന്തെങ്കിലും കൂടെ മാത്രം മതി, നമുക്ക് സൂപ്പറായിട്ട് ചോറുണ്ണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റാവട്ടെ. ഇനി സെറ്റായി നല്ല ഉപ്പെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. കായവും ഈ കൂട്ടെല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിത് ഉള്ളി അരിഞ്ഞിട്ട് വേണം കടുവറുത്ത് ഒഴിക്കാൻ കേട്ടോ. നല്ല നല്ല സൂപ്പറാണ് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഗായ്സ്, ഇതിൻ്റെ മണം കൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് എങ്ങനെയെങ്കിലും നിങ്ങളെ അറിയിക്കാൻ പറ്റിയെങ്കിൽ ഞാൻ തന്നേനായിരുന്നു. അത്ര പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു മണം കേട്ടോ. അപ്പോൾ ഇത് സെറ്റായി. നമുക്കിനി കടുക് വറുത്ത് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അതോടെ നമ്മളെ കറി സെറ്റായി. എല്ലാം കൂടി ഞാൻ ഒരുമിച്ചിട്ട് ഉള്ളി അരിഞ്ഞതും ഉണക്കമുളകും കടുകും എല്ലാം ഇട്ടതുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് വാടിയിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. എല്ലാം കൂടി കിടന്നങ്ങോട്ട് മൂത്ത് കടുകൊക്കെ പൊട്ടി വരട്ടെ. ഇതും കൂടെ ഒഴിക്കുമ്പോഴുണ്ടല്ലോ മൂക്ക് തുളച്ച് കയറുന്ന അപാര മണമാണ്.